ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത സർവമായ ഇന്ന് തിയേറ്ററിലെത്തിയിട്ട് മൂന്നാമത്തെ ചൊവ്വാഴ്ച കൂടിയായ 20 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം 19-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1,05,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ അങ്ങനെ 19 ദിവസം കൊണ്ട് കേരളത്തിൽ 67 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ 19 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 133 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ മാറിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത കളങ്കാവൽ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 40 ദിവസമാണ് പിന്നിടുന്നത്. 39-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,05,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 37,47,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 84 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഹാൾ. ഷെയ്ൻ നിഗം നായകനായി വീര സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 1,65,000 രൂപയാണ് കളക്ട് ചെയ്തത്. 19 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 1,80,00,000 രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു. ദിലീപ് നായകനായി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഡിസംബർ 18-ന് ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പബ്ബബ്ബ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1,20,000 രൂപയാണ് കളക്ട് ചെയ്തത്. സിനിമ 26 ദിവസം കൊണ്ട് കേരളത്തിൽ 26,74,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ 26 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 46 കോടി റേഞ്ചിലുമാണ്. ശിവകാർത്തികേയൻ നായകനായി സുധാ കൊങ്ങര തിരക്കഥ സംവിധാനം ചെയ്ത പരാശക്തി എന്ന സിനിമ ചിത്രത്തിന്റെ 3-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 14,00,000 രൂപയാണ്. ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി രൂപ ഈ സിനിമ അങ്ങനെ നേടിയെടുത്തിരിക്കുകയാണ്. ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 50 കോടി റേഞ്ചിലുമാണ്. പ്രഭാസ് നായകനായി മാരുതി തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 10 വെള്ളിയാഴ്ച പൊങ്കൽ സംക്രാന്തി റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് രാജാസാബ്. ചിത്രം 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 5,65,000 രൂപയാണ്. പ്രീമിയർ ഷോ ഉൾപ്പെടെ ആദ്യ 4 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 52,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 4 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 137 കോടി രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 170 കോടി 50,00,000 രൂപയുമാണ്. ചിരഞ്ജീവി നായകനായി അനിൽ രവിപൂടി തിരക്കഥ സംവിധാനം ചെയ്ത് സംക്രാന്തി റിലീസായി ഇന്നലെ ജനുവരി 12 തിങ്കളാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് മനശങ്കരവര പ്രസാദ ഗരു. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 28 കോടി രൂപയും കർണാടകയിൽ നിന്ന് 5,73,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 1,02,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 31,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 45 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 60 കോടി റേഞ്ചിലുമാണ്. രൺവീർ സിംഗ് നായകനായി ആദിത്യ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5-ന് തിയേറ്ററിലെത്തിയ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 5,00,000 രൂപയാണ്. സിനിമയുടെ 39 ദിവസത്തെ കേരള കളക്ഷൻ 7,83,00,000 രൂപയുമാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 39 ദിവസം കൊണ്ട് 289 കോടി 35 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 1,258 കോടി 60 ലക്ഷം രൂപയുമാണ്. ശ്രീരാം രാഘവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 1-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഇക്കീസ്. അഗസ്ത്യനന്ദ, ധർമ്മേന്ദ്ര, സിമർ ഭാട്ടിയ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 12 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 36 കോടി 57 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 40 കോടി 7 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 60 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് 19 കോടി 75 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഷെയർ ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ ഫയർ ആൻഡ് ആഷ് 25-ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 5,10,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 25 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 10 കോടി 76 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 225 കോടി 40 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 25 ദിവസം കൊണ്ട് 11,100 കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.